Welcome to VK Television 2020. Today we discuss the construction part of the chapters Circles and Tangents. Please subscribe my channel and press bell icon to get notification of newly uploaded videos. First question. Draw a right triangle having diagonal length 6 cm. We first draw a line of length 6 cm. Now we have to draw the perpendicular bisector of this line. Okay. അതുകൊണ്ട് ഇവിടെ ഈ ലൈനിന്റെ ലെങ്ത് 6 cm ആണ്. അപ്പം അതിന്റെ മിഡ് പോയിന്റ് വരുമ്പോൾ ഈ ഭാഗത്ത് വരും. അതെന്തായിരിക്കും 3 cm ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ലൈനിന്റെ മോർ ദാൻ ഹാഫ് എടുത്തിട്ട് മുകളിലോട്ടും താഴോട്ടും രണ്ട് ആർക്കുകൾ വരച്ചു. ഒന്ന് മുകളിലോട്ടും വരച്ചു, ഒന്ന് താഴോട്ടും വരച്ചു. After that, by fixing this point as a center, we draw the two arcs to intersect these two arcs. ഈ രീതിയിൽ എന്ത് ചെയ്തു? അടുത്ത രണ്ടെണ്ണവും വരച്ചു. ഇനി നമുക്ക് ഈ രണ്ട് ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടി. അത് സെന്റർ ആയിക്കൊണ്ട് ഈ രണ്ട് പോയിന്റ് കൂടി കടന്നു പോകുന്ന രീതിയിൽ എന്ത് ചെയ്തു? വി ഡ്രോ എ സെമി സർക്കിൾ, ഒരു സെമി സർക്കിൾ നമ്മൾ വരച്ചു. ഇനി ഇവിടെ ഈ കാണുന്ന സെമി സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്താൽ ആ പോയിന്റ് എന്ത് ചെയ്യാം? ആ പോയിന്റിന് ഇതിന്റെ എൻ പോയിന്റിലേക്ക് രണ്ട് ലൈനുകൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന എന്തായിരിക്കും? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. ആ റൈറ്റ് ട്രയാങ്കിൾ എന്തായിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആവുന്ന രീതി കിട്ടും. അപ്പോൾ എന്തായിരിക്കും? ഇതെന്തായിരിക്കും? ഹൈപ്പോട്ടനീസ് ആയിരിക്കും അല്ലെ? ഈ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോട്ടനീസ് ആയിരിക്കും ഈ 6 സെന്റിമീറ്റർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 15 സ്ക്വയർ സെന്റിമീറ്റർ. 15 ക്യാൻ റിട്രാസ് 5 into 3. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്തു? ഒരു 8 സെന്റിമീറ്റർ ലൈൻ വരച്ചു. അതിന് ആദ്യത്തെ ലെങ്ത് എന്തായിരിക്കും? 5. അടുത്ത ലെങ്ത് എന്താണ്? 3 ആയിട്ട് മാർക്ക് ചെയ്തു. ഇനി ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതിന് മോർ ദാൻ ഹാഫ് എടുത്തിട്ട് ഒരു ആർക്ക് മുകളിലോട്ടും വരയ്ക്കുക, ഒരു ആർക്ക് താഴോട്ടും വരച്ചു. ഒന്ന് മുകളിലോട്ടും വരച്ചു, ഒന്ന് താഴോട്ടും വരച്ചു. അതിനുശേഷം ഈ പോയിന്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഒന്ന് മുകളിലോട്ടും വരച്ചു, ഒന്ന് താഴോട്ടും വരച്ചു. ഈ കാണുന്ന രീതിയിൽ വരച്ചു. ഇനി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് കൂടി കടന്നു പോകുന്ന രീതിയിൽ ഒരു ലൈൻ നീട്ടി വരച്ചു. Now we take this point as a center. എന്ത് ചെയ്യുക? ഇത് സെന്റർ ആയിട്ട് എടുത്ത് ഒരു സെമി സർക്കിൾ വരച്ചു. ആ സെമി സർക്കിളിൽ രണ്ട് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ സെമി സർക്കിൾ വരച്ചു. ഇവിടെ ഒരു സെറ്റ് സ്ക്വയർ നമ്മൾ പ്ലേസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്തു? ഒന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഇതുപോലെ പ്ലേസ് ചെയ്ത ശേഷം വരയ്ക്കുക. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? ഇത് കാണുന്നത് 5 ആണ്, ഇത് 3 ആണെങ്കിൽ എന്തായിരിക്കും? ഈ കാണുന്നത് 3 ആണ്, ഈ കാണുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് പറഞ്ഞാൽ √5 into 3 = √15 ആണ്. ഇനി നോക്കൂ, ഈ ലെങ്ത് എന്താണ്? √15 ആണ്. അത് മെഷർ ചെയ്തിട്ട് ഒരു ആർക്ക് ഇങ്ങോട്ടും വരയ്ക്കുക, ഒരു ആർക്ക് ഇങ്ങനെ താഴോട്ടും വരയ്ക്കുക. നമ്മൾ സെറ്റ് സ്ക്വയർ എന്താണ്? സ്ക്വയർ വരയ്ക്കാൻ പോവുകയാണ്. സെറ്റ് സ്ക്വയർ അല്ല. Now we are going to draw a square of one side √15 cm. അതിനുവേണ്ടി ഇത് ചെയ്തു? ഒരു ഈ മെഷർ അളന്നെടുത്തു. ഈ കാണുന്ന മെഷർ അളന്നെടുത്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു, താഴോട്ട് ഇങ്ങോട്ടും ആർക്ക് വരച്ചു. ഇനി ഈ രണ്ട് പോയിന്റും സെന്ററായി എടുത്തിട്ടുകൊണ്ട് എന്ത് ചെയ്തു? അടുത്ത രണ്ട് ആർക്കുകൾ വരയ്ക്കണം. അങ്ങനെ എന്ത് ചെയ്യും? ആ ഇന്റർസെക്റ്റിംഗ് ആർക്കുകളായിരിക്കുന്നത് ദ ഫോർത്ത് വെർട്ടെക്സ് ഓഫ് ദി സ്ക്വയർ. ഓക്കെ, ഇതുപോലെ വരച്ചു. അപ്പം എന്നിട്ട് നമുക്ക് ഈ സ്ക്വയർ കിട്ടി. ഓക്കെ, ഈ നാലാമത്തെ കോർണർ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ നാലാമത്തെ വെർട്ടെക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ വരച്ചു. ഇപ്പൊ എന്താണ് ഇതിന്റെ ഏരിയ? എന്താണ്? √15 into √15 = 15 ആണ്. Next is draw a triangle of angles 50 degree and 60 degree and circumradius 3 cm. Okay. Abo we first draw a circle of radius 3 cm. We draw a circle of radius 3 cm. Now fix the protractor at the center of the circle and mark the double of 60 degree, that is 120 degree. അതായത് നമ്മൾ 50 ഡിഗ്രിയും 60 ഡിഗ്രി ആയിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ആ ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് 60ന്റെ ഡബിൾ ആയിട്ടുള്ള 120 ഡിഗ്രി നമ്മൾ സെന്ററിൽ മാർക്ക് ചെയ്തു. അതുപോലെ 50യുടെ ഡബിൾ ആയിട്ടുള്ള 100 ഡിഗ്രി എന്ത് ചെയ്തു? ഇവിടെയും മാർക്ക് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾക്ക് ജോയിൻ ചെയ്തു. ഇതുപോലെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇവിടെ സെന്ററിൽ 100 ഡിഗ്രി ആണെങ്കിൽ അത് നേരെ പകുതിയായിരിക്കും ഈ ഭാഗത്ത് ഉണ്ടാകുക. അതായത് ഈ കോഡ് ഈ ആംഗിൾ ഉണ്ടാക്കുന്ന ഈ സെന്റർ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രി ആണ്. അപ്പം ഇവിടെ എന്തായിരിക്കും?
100 നേർ പകുതിയായ 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദി കോഡ്സ് മേക്സ് an angle 100 degree at the center. Okay, so this angle is half of that 100 degree, that is 50 degree. അതുപോലെ ഇത് 120 ഡിഗ്രി ആണ്, എന്തായിരിക്കും അത് നേർ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ, ദാറ്റ് ഈസ് 60 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് 45 degree and 65 degree and circumradius 3.5 centimeter. So we first draw a circle of radius 3.5 centimeter. After that we take the double of 45 degree, that is 90 degree. We place the protractor at the center and mark 90 degree. Then we take a double of 65 degree, that is 130 degree. We place a protractor at the center of the circle and mark 130 degree. Okay, now join the intersecting point of the line and the circles. This is the first one, that is the first side of this triangle. This is the second side of the triangle. This is the third side of the triangle. But okay, ഇവിടെ 90 ഡിഗ്രി ആണ്, എന്തായിരിക്കും this angle is half of 90, that is 45 degree. ഇത് 140 ആണ്, എന്തായിരിക്കും ഈ ആംഗിൾ എന്തായിരിക്കും 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, draw a circle of radius 3.5 centimeter. Mark a point P 10 centimeter away from the center. Draw tangents from P to the circle and measure its length. So we first draw a circle of radius 3.5 centimeter. After that we mark a point P outside the circle at a distance of 10 centimeter from the center. This is the point. Now we have to draw the perpendicular bisector of this line. അതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സെന്റർ ആയതുകൊണ്ട് ഏതാണ്ട് ഈ ലൈന് മിഡ് പോയിന്റ് ഇവിടെ വരിക, അതിനെ കുറച്ച് കൂടുതൽ എടുത്തിട്ട് മുകളിലോട്ടും താഴോട്ടും ആർക്ക് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഈ പോയിന്റിൽ ഫിക്സ് ചെയ്തിട്ട് അടുത്തൊരു ആർക്ക് കൊണ്ട് വരച്ചു, ഈ ആർക്ക് ഇന്റർസെക്റ്റ് ആവുന്ന രീതിയിൽ ഒന്ന് വരച്ചു. Then we draw the same arc on the above of the line. Okay, അതിനുശേഷം ഈ രണ്ട് ആർക്കുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കൂടെ കടന്നു പോകുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. ഓക്കെ, now we consider this as we take this as the center of the circle and draw the circle which passes through the end points of the line. Okay, then joining this point to P. Okay, so this is the tangents. We can draw two tangents from a point outside the circle. അപ്പോൾ നമുക്ക് രണ്ട് ടാൻജൻസ് കിട്ടി, ഇതായിരിക്കും രണ്ട് ടാൻജൻസ് ആയിരിക്കും. Next question, draw a rectangle of area 18 square centimeter and construct a square equal to the area of the rectangle. അപ്പോൾ ആദ്യം നമ്മൾ ലെങ്ത് 6 ആയിട്ടും ബ്രെഡ്ത്ത് എന്താണ് 3 എടുത്തു. 6 into 3 എന്താണ് 18 ആണ്, അല്ലെങ്കിൽ നമുക്ക് 9 into 2 എന്താണ് 18 ആണ്. So we first draw a line of length 6 centimeter. സ്കെയിൽ എന്ത് ചെയ്തു 3 centimeter മെഷർ ചെയ്തിട്ട് ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് സ്കോർ ഉണ്ടായിട്ട് പ്ലേസ് ചെയ്തിട്ട് ഇതിലൊരു ലൈൻ വരയ്ക്കണം. ഇതുപോലെ എന്താണ് സെറ്റ് സ്കോർ പ്ലേസ് ചെയ്തിട്ട് ലൈൻ വരച്ചു. ഇനി വി ഡ്രോ അനദർ ആർക്ക് ഓഫ് ലെങ്ത് 6 centimeter. അതായത് റെക്ടാംഗിളിന് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് ഈക്വൽ ആണ്. അപ്പൊ ഇത് 6 ആണെങ്കിൽ എന്ത് ചെയ്തു, ഇതും എന്തായിരിക്കും 6 ആയിരിക്കും. സോ വി ഡ്രോ an arc of radius 6 centimeter. After that we draw another arc of radius 3 centimeter by taking this point as the center. ഇതുപോലെ എന്ത് ചെയ്തു, അടുത്തുനിന്ന് വരച്ചു. അതിനുശേഷം റെക്ടാംഗിൾ പൂർത്തിയാക്കി. Now the extend this line. ഈ ലൈൻ എന്ത് ചെയ്തു, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലെങ്ത് അതുപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് എന്ത് ചെയ്തു, മെഷർ ചെയ്തിട്ട് വി ഡ്രോ ആൻ ആർക്ക് ഓഫ് റേഡിയസ് 3 centimeter. ഇങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു ആർക്ക് വരച്ചു. ഈ ലെങ്ത് 6 ആണ്, ഇത് എത്രയാണ് 3 ആണ്. സോ ടോട്ടൽ ലെങ്ത് ഈസ് 9 centimeter. Now we have to draw the perpendicular bisector of this 9 centimeter. Okay, for this we take more than half of the line and draw an arc. അതേ റേഡിയസിൽ ചെയ്തു ഈ പോയിന്റ് സെന്റർ ആയി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, ആ റേഡിയസ് ഒന്ന് മാറ്റി വരച്ചിട്ട് മുകളിലോട്ടൊന്ന് വരച്ചു, തിരിച്ച് പോയിന്റിൽ ഫിക്സ് ചെയ്തുകൊണ്ട് തിരിച്ച് വരച്ചു. ഇനി രണ്ട് ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ചെയ്തു, അതിനുശേഷം ഒരു സെമി സർക്കിൾ ഇതുപോലെ വരച്ചു. ഈ കാണുന്നത് പോലെ എന്ത് ചെയ്തു, ഒരു സെമി സർക്കിൾ വരച്ചു. ഇത് എത്രയാണ് 6 ആണ്, ഇത് എത്രയാണ് 3 ആണ്. സോ ദിസ് ലെങ്ത് ഈസ് √18. ഈ ഇത് സൈഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സ്ക്വയർ വരയ്ക്കാം. നോക്കൂ, ഈ മെഷർ അളന്നെടുത്തിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു √18 വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്തു √18 വരച്ചു.
ഇനി ഇത് സെൻറ്റർ ആയതുകൊണ്ട് ഒന്ന് തിരിച്ചും വരച്ചു. അപ്പം ഇങ്ങനെ വന്നു, തിരിച്ചു വരച്ചു. ശേഷം സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തു. നോക്കൂ, ഈ സ്ക്വയർ എന്ത് നമുക്ക് താഴോട്ട് വരച്ചാലും തെറ്റില്ല കേട്ടോ. ഇതുപോലെ വരയ്ക്കുകയാണെങ്കിൽ താഴോട്ട് വരച്ചാലും തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ റെക്ടാംഗിൾ ഏരിയ എന്താണ്? 6 × 3 എന്താണ്? 18 ആണ്. ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എന്താണ്? √18 × √18 അതാണ് 18 ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ലെങ്ത് 4 cm, breadth 3 cm and draw a square of the same area. So we first draw a line of length 4 cm, that is the length of the rectangle. Okay, after that we fix a set square or place a set square at one end of this line. ആ ലൈൻ വരച്ചു. ഓക്കെ, ഇനി 3 cm മെഷർ ചെയ്തിട്ട് ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. ഇവിടെ സ്കെയിലിൽ നിന്ന് ചെയ്തു 3 cm മെഷർ ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. അത് അങ്ങേ എൻഡ് ചെയ്തു റേഡിയസ് 3 cm ആയിട്ട് വേറൊരു ആർക്കും വരച്ചു. ഇനി പോയിന്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു 4 cm ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. അതിനുശേഷം ചെയ്തു ആ റെക്ടാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ചെയ്തു ഈ ലൈൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് വരച്ചു. ഈ പോയിന്റ് ഫിക്സ് എടുത്ത് ഈ പോയിന്റ് സെന്റർ ആയിക്കൊണ്ട് ഒരു 3 cm ഒരു ആർക്ക് വരച്ചു, ഇങ്ങോട്ട് ആർക്ക് വരച്ചു. അപ്പൊ ഇത് ടോട്ടൽ ലെങ്ത് എത്രയാണ്? 4 + 3 ആണ് 7 cm ആണ്. ഇതിന്റെ സെന്റർ 3.5 ഏകദേശം ഇവിടെ വരും. അപ്പൊ എന്താണ്? അതിനേക്കാൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് മോർ ദാൻ ഹാഫ് ഓഫ് ദി ലൈൻ ഓഫ് ലെങ്ത് 7 cm എടുത്തിട്ട് എന്ത് മുകളിലോട്ടും വരച്ചു, താഴോട്ടും വരച്ചു. മുകളിലോട്ടും വരച്ചു, അതുപോലെ താഴോട്ടും വരച്ചു. ഇനി ഈ പോയിന്റ് സെന്റർ എടുത്തുകൊണ്ട് ഈ 2 ആർക്കുകളെയും ഇന്റർസെക്ട് ചെയ്യുന്ന രീതിയിൽ 2 ലൈനുകൾ വരച്ചു. ഇതുപോലെ 2 ആർക്കുകൾ വരച്ചു. അതിനുശേഷം അവ ജോയിൻ ചെയ്തു. By taking this point as the center, we draw a semicircle which passes through the end points of this line of length 7 cm. ഇതുപോലെ എന്ത് ചെയ്തു? ഒരു സെമി സർക്കിൾ വരച്ചു. ഇതെന്താണ്? This length is 4, this is 3, so this length is root of 4 × 3, that is √12 cm. We draw an arc of radius √12. We draw another arc by taking this point as the center. We take this point as the center and draw another arc of radius √12. Then complete the square. Okay, so the area of this rectangle is 4 × 3 is equal to 12. Area of the square is √12 × √12, that is 12 square centimeter. Okay.